നമസ്കാരം എല്ലാ അച്ഛന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നമുക്കെല്ലാം അറിയാവുന്ന പേടിഎമ്മിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പേടിഎമ്മിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. പേടിഎമ്മിൽ ഒരുപാട് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പം നമുക്ക് KYCയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ബാങ്കുമായിട്ട് പേടിഎം കണക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് വേറൊരാൾക്ക് പൈസ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങി ചെയ്യുമ്പോഴത്തേക്കും പേടിഎം വഴി ക്യാഷ് കൊടുക്കുന്നതിനൊക്കെ ഇപ്പം KYCയുടെ ഒന്നും ആവശ്യമില്ല. അപ്പം എങ്ങനെയാണ് നമ്മുടെ ബാങ്കുമായിട്ട് പേടിഎമ്മിനെ ഒന്ന് ലിങ്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് പൈസ മറ്റൊരാൾക്ക് കൊടുക്കുന്നതെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ പേടിഎം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പേടിഎമ്മിൽ ഒന്നും ചേരില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവുന്നതാണ്. അപ്പോൾ നമുക്ക് പേടിഎമ്മിൽ പൈസ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ബാങ്കിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്ക് പ്രത്യേകിച്ച് എന്താ പറയുക എക്സ്ട്രാ ഫീ ഒന്നും കൊടുക്കാതെ തന്നെ പൈസ അയച്ചു കൊടുക്കാനും അതുപോലെ തന്നെ കടയിലൊക്കെ പോയിട്ട് നമുക്ക് ജസ്റ്റ് QR കോഡ് സ്കാൻ ചെയ്ത് പൈസ കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പം എങ്ങനെയാണ് ബാങ്കുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഒരുപാട് സമയം ഞാൻ കളയുന്നില്ല, എങ്ങനെയാണ് നമുക്ക് പേടിഎമ്മിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ പേടിഎം ഒന്ന് ലിങ്ക് ചെയ്യാനായിട്ട് പോവുകയാണ്, അതായത് പേടിഎം ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പേടിഎം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തേക്കാം, ഡൗൺലോഡ് ചെയ്ത് പേടിഎമ്മിലേക്ക് വരിക. പേടിഎം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ എന്താ പറയുക UPI മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാലും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് പേടിഎമ്മുമായിട്ട് ആഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പേ ഡയറക്ട്ലി ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഏതാണ്, ഇപ്പോൾ ഞാൻ എൻ്റെ ICICI ബാങ്കാണ്, അതുകൊണ്ട് ICICIയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈൽ നമ്പർ ബാങ്കുമായിട്ട് ബാങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു OTP മെസ്സേജ് കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്യുന്നതിന് വരും. ഏകദേശം 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെസ്സേജ് സെൻഡിങ് ആവുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ബാങ്ക് വെരിഫൈ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 2 സെക്കൻഡ് കാര്യമുള്ളൂ, നമുക്ക് ബാങ്ക് വെരിഫൈ ആയിരുന്നുള്ള ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വരും, അത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഒരു ക്രിയേറ്റ് UPI പിൻ എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് നമുക്കൊരു എന്താ പറയുക നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു UPI പിന്ന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 4 ഡിജിറ്റ് ഏതെങ്കിലും ഒരു 4 ഡിജിറ്റ് പിന്ന് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഇവിടെ നിങ്ങളുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറും ബാങ്ക് കാര്യങ്ങളും കാണിക്കണം. അപ്പോൾ പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു UPI പിന്ന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ATM കാർഡില്ലേ, നമ്മുടെ എല്ലാവരും ATM കാർഡിൻ്റെ ഫ്രണ്ടിലുള്ള ആ കാർഡ് നമ്പറും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റും ഇയറും കാര്യങ്ങളെല്ലാം കൊടുത്ത് പ്രൊസീഡ് കൊടുക്കണം. അപ്പം പിന്നീട് നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ വേറെ ഡൗട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതെല്ലാം നിങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോകുക. അതിനുശേഷം നിങ്ങളുടെ UPI സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ UPI സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം വന്നു. കൺഗ്രാജുലേഷൻ, യുവർ ബാങ്ക് ഹാസ് ബീൻ ആഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണും. അപ്പോൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കവിടെ നമ്മുടെ ഒരു എന്താ പറയുക UPI ID കിട്ടും. അപ്പോൾ ആ ഒരു ID നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് നമുക്ക് ക്യാഷ് അയച്ചു കൊടുക്കാനും അതുപോലെ നമുക്ക് അവർക്ക് ക്യാഷ് അയച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതായത് മണി ട്രാൻസ്ഫറും ഉണ്ട്, റിക്വസ്റ്റ് മണിയും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ പേടിഎമ്മുമായിട്ട് ആഡ് ചെയ്യാനായിട്ട്. സിമ്പിളാണ്. അപ്പോൾ ഇനി നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഇപ്പോൾ കടയിലൊക്കെ പോയിട്ട് എങ്ങനെ നമുക്ക് പേടിഎം ഉപയോഗിച്ച് ഇപ്പോൾ അവരുടെ അടുത്തൊരു QR കോഡാണ് ഉള്ളെങ്കിൽ എങ്ങനെ നമുക്ക് സ്കാൻ ചെയ്ത് പൈസ അവർക്ക് കൊടുക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് നേരെ ഞാൻ ഒരു കടയിലേക്ക് പോവുകയാണ്. കടയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം.